നമ്മുടെ ജീവിതത്തിൽ ഹലാലായ ഒട്ടേറെ ആവശ്യങ്ങളില്ലേ? ഒരുപാട് കാലങ്ങളായി നിരന്തരം നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സ്ഥലക്കച്ചവടത്തിനായും മക്കളുടെ വിവാഹ ആവശ്യത്തിനായും അതുപോലെ പല കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ പലതും സ്വീകരിക്കപ്പെടാതെ പോകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാനൊരു ദുആ പഠിപ്പിച്ചു തരാം. ഈ ദുആ ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ പ്രാർത്ഥനയെങ്കിൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് സഫലീകരിക്കപ്പെടും. ദലായിലുൽ ഖൈറാത്ത് എന്ന പ്രസിദ്ധമായ ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് ആ പ്രാർത്ഥന ഇങ്ങനെ കാണാം. ഇതാണ് ആ ദുആ. നിങ്ങൾ നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ ഫർദു യാ വിത്രു യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം ബിറഹ്മതിക അസ്തഗീസ് വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ ദുആയുടെ അധിക വാക്കുകളും അള്ളാഹുവിന്റെ നാമങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. തീർച്ചയായും ഇവ ഉരുവിട്ടതിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് നെഞ്ചുരുകി പ്രാർത്ഥിക്കുക. പക്ഷേ ഇതിന് ചില നിബന്ധനകളുണ്ട്. 7 ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷമായിരിക്കണം ഇത് ചൊല്ലേണ്ടത്. ഇത് ചൊല്ലുന്നതിന് മുമ്പ് 11 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. ഏത് സ്വലാത്ത് വേണമെങ്കിലും ആവാം. ഏറ്റവും നല്ല സ്വലാത്ത് സാധാരണ അത്തഹിയ്യാത്തിൽ നമ്മൾ ചൊല്ലാറുള്ള സ്വലാത്ത് ഇബ്രാഹിമിയ എന്ന് പറയുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സ്വലാത്താണ്. ഇത് 11 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഈ ദുആയിലേക്ക് കടക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 11 പ്രാവശ്യം സ്വലാത്ത് ആവർത്തിക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ദുആയിലേക്ക് കടക്കാം. നമ്മുടെ ഏത് ഹലാലായ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തരും ഇൻഷാ അല്ലാഹ്.